ശാന്തി. ഇന്ന് മുതലേ നമ്മൾ എല്ലാ ജനുവരി 18-ൻ്റെയും മുരളിയുടെ റിവിഷനാണ്. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും മധുബനിൽ നിന്ന് വന്നിരിക്കുന്ന നിർദ്ദേശമാണ് 1970 മുതൽ 2016 വരയ്ക്ക് ജനുവരി മാസത്തിൽ 18 ബാബ വന്നതിൻ്റെ മുരളിയുടെ റിവിഷനാണ്. അതാണ് ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. ഇന്നത്തെ മുരളിയുടെ ഹെഡിങ് സമ്പൂർണ്ണ വിൽ കർണേസെ വിൽ പവർ കി പ്രാപ്തി. ഇത് ശരിക്കും മുരളിയുടെ ഡേറ്റ് 18/1/70 മുരളിയുടെ ഹെഡിങ് ആണ് സമ്പൂർണമായിട്ടും വിൽ ചെയ്യുന്നതിലൂടെ, അതായത് ബാബയ്ക്ക് മുന്നിലെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുന്നതിലൂടെ വിൽ പവറാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പ്രാപ്തി. ആജ് കിസ്ലിയെ ബുലായ ഹേ, ഇന്ന് എന്തിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും ബാബയെ വിളിച്ചത്? ഇന്ന് ബാബ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? സ്വയം ഭഗവാൻ ബാബ്ദാദ നമ്മുടെ സന്മുഖത്തേക്ക് വന്നപ്പോൾ ബാബന്ന് നമ്മൾ കുട്ടികളെ ഏത് രൂപത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഏകീക സിതാരേക്കോ കിസ് രൂപ സെ ദേഖ് രഹേ ഹെ. ബാബയുടെ കുട്ടികളായ നമ്മളെ ബാബ നക്ഷത്രങ്ങളുടെ രൂപത്തിൽ, അതും നക്ഷത്രങ്ങളുടെ രൂപത്തിൽ ഏതിലൂടെയാണ് ബാബന്ന് കാണുന്നത്? സിതാരോ മേ ബി ക്യാ വിശേഷത ദേഖ്തേ ഹെ. നമ്മൾ ഓരോരുത്തരും നക്ഷത്രങ്ങളാണ്. പക്ഷെ നക്ഷത്രങ്ങളിലെ എന്ത് വിശേഷതകളാണ് ബാബന്ന് കാണുന്നത്? ഹരേക്ക് സിതാരേക്ക് സമ്പൂർണതാക്കോ സമീപത ദേഖ് രഹേ ഹെ. ഓരോ നക്ഷത്രങ്ങളുടെയും സമ്പൂർണതയുടെ സമീപതയാണ് ബാബ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണിത് ബാബ കാണുന്നത്? ഓരോ നക്ഷത്രങ്ങളുടെയും സമ്പൂർണതയുടെ സമീപത നമുക്ക് എത്രത്തോളം എത്തി, അതാണെന്ന് ബാബ കാണുന്നത്. ആപ് സഭി അപ്നെ കോ ജാൻതേ ഹോ कि कितना സമ്പൂർണത के സമീപ് പഹുഞ്ചേ ഹോ. നിങ്ങൾ ഓരോരുത്തരും അറിയുന്നുണ്ടോ അഥവാ മനസ്സിലാക്കുന്നുണ്ടോ എത്രത്തോളം സമ്പൂർണതയുടെ സമീപത്ത് നമ്മൾ എത്തിച്ചേർന്നു? ബാബന്ന് നോക്കണതും എന്ത് തന്നെയാണ്? കുട്ടികളായ നമ്മളാകുന്ന നക്ഷത്രങ്ങൾ എത്രത്തോളം സമ്പന്നമായി സമ്പൂർണമായി ബാബ നോക്കുന്നുണ്ട്. ഇനി അതേപോലെ നിങ്ങൾ ഓരോരുത്തരും സ്വയം അറിയുന്നുണ്ടോ നമ്മളെല്ലാവരും സമ്പൂർണതയുടെ സമീപത്ത് എത്രത്തോളം എത്തിക്കഴിഞ്ഞു? സമ്പൂർണതയ്ക്ക് സമീപ് പഹുഞ്ചനേക്ക് പരക്ക് ക്യാ ഹോത്തേ ഹെ. നമ്മൾ ഓരോരുത്തരും സമ്പൂർണതയുടെ സമീപത്ത് എത്തുന്നതിൻ്റെ അല്ലെങ്കിൽ എത്തിയതിൻ്റെ തിരിച്ചറിവ് എന്തായിരിക്കും? അല്ലെ, നമ്മൾ സമ്പന്നമായെന്നും സമ്പൂർണമായെന്നും എപ്പോഴാണ് തിരിച്ചറിയാൻ സാധിക്കുക? സമ്പൂർണതാക്കി പരക്ക് യഹി ഹേ कि वह सभी बातों को सभी रीति से सभी रूपों से परख सकते हैं. സമ്പൂർണതയുടെ അടയാളം ഇതാണ്. അവരെ എല്ലാ കാര്യങ്ങളെയും, ഏത് കാര്യങ്ങളെയും അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അവർ തിരിച്ചറിയുന്നവരായിരിക്കും. നമ്മളെല്ലാവരും ബ്രഹ്മബാബയുടെ തന്നെ സമ്പൂർണതയുടെ അടയാളത്തെക്കുറിച്ച് നമ്മുടെ ദാദിമാർ പറയുന്ന ഹിസ്റ്ററി നമ്മൾ കേട്ടിട്ടുണ്ടാകും. ബ്രഹ്മബാബയുടെ അടുക്കൽ പോയി കുട്ടികൾ ആരെങ്കിലും സേവനത്തിൻ്റെ വിശേഷതകൾ പറയുമ്പോൾ ബാബ ആ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴും ബാബ ശരീരത്തിൽ നിന്നും ഉപരാമമായിരിക്കും. ആ ഉപരാം സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ബാബ എല്ലാം കേൾക്കും. ഒരു സെൻറ്റൻസ് കുട്ടികൾ പറയുമ്പോൾ തന്നെ ആ ഒരൊറ്റ സെൻറ്റൻസിലൂടെ തന്നെ ബാബ കാര്യങ്ങളെ ഗ്രഹിക്കുമായിരുന്നു. അതായത് കാര്യങ്ങളുടെ വിസ്താരത്തിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി ആ കാര്യങ്ങൾ ചെറിയൊരു തോതിൽ ബാബയുടെ മുന്നിൽ വിശദീകരിക്കുമ്പോൾ തന്നെ ബാബയ്ക്ക് ആ കാര്യങ്ങളുടെ യഥാർത്ഥ രൂപത്തെ ബാബയ്ക്ക്
തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അത് സമ്പൂർണതയുടെ ലക്ഷണമാണ്. അതായത് ദേഹത്തിൽ നിന്ന് ഉപരിയാണ്, ഈ ലോകത്തിൽ നിന്ന് ഉപരിയാണ്. പക്ഷെ ഏത് കാര്യത്തെയും വിസ്താരത്തിൽ നിന്നും സാരത്തിലേക്ക് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ബ്രഹ്മാബാബയ്ക്ക് അവസാന സമയമായപ്പോഴേക്കും ഉണ്ടായി. ആജ് സാരേ ദിൻമേ ക്യാ ക്യാ സ്മൃതിയായി. അപ്പോൾ ബാബ എന്ന് ചോദിക്കുകയാണ്, ഇന്നത്തെ മുഴുവൻ ദിവസത്തിലും നിങ്ങൾ ഓരോരുത്തരും നോക്കണം, എന്തൊക്കെ സ്മൃതികളാണ് വന്നത്? കൂടുതലായിട്ടും ചിത്രത്തിനെ ഓർമ്മിച്ചോ, അതോ ബ്രഹ്മാബാബയുടെ ചരിത്രത്തിനെ ഓർമ്മ വന്നു? അല്ലെ, ജനുവരി 18 അത്. ഇപ്പോൾ ജനുവരി 18 ആകുമ്പോൾ നമുക്ക് എപ്പോഴും ബ്രഹ്മാബാബയുടെ ഓർമ്മ ഇങ്ങനെ വരും. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, ബ്രഹ്മാബാബയുടെ രൂപമാകുന്ന ചിത്രമാണോ നിങ്ങൾ ഓർമ്മിച്ചത്, അതോ ബ്രഹ്മാബാബയുടെ ചരിത്രത്തെ നിങ്ങൾ കുട്ടികൾ ഓർമ്മിച്ചു? ചിത്രയ്ക്ക് സാത്ത് और कुछ याद आया, ശിക്ഷ യാദായി, ഡ്രാമ യാദായ. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, അതായത് ബ്രഹ്മാബാബയുടെ ചിത്രത്തിനെ ഓർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ ബ്രഹ്മാബാബയോടൊപ്പം ജീവിച്ച ചരിത്രം, ഡ്രാമയുടെ സീനുകൾ നിങ്ങൾക്ക് ഓർമ്മ വന്നു. ബ്രഹ്മാബാബ കുട്ടികൾക്ക് എന്തൊക്കെ ശിക്ഷണങ്ങൾ നൽകിയോ ആ ശിക്ഷണങ്ങളും ഓർമ്മ വന്നു. അതാണ് ബാബ ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ബാബ ചോദിച്ചത്? അതായത് ശിവ് ബാബ ബ്രഹ്മാബാബയിലൂടെ പഠിപ്പിച്ചു കൊടുത്ത ഓരോ ശിക്ഷണങ്ങളും ഓർമ്മ വന്നു. ബ്രഹ്മാബാബയോടൊപ്പം ജീവിച്ചിരുന്ന ഡ്രാമയിലെ ഓരോ സീനുകളും ഓർമ്മ വന്നു. ചിത്രയ്ക്ക് സാത്ത് വിചിത്ര ബി യാദായ. ഇനി ബ്രഹ്മാബാബ എന്ന് പറയുമ്പോൾ ചിത്രമാണ്, വിചിത്രം എന്ന് പറയുന്നത് ആരാ? ശിവബാബയാണ്. അപ്പോൾ ചിത്രമായിരിക്കുന്ന ബ്രഹ്മാബാബയോടൊപ്പം തന്നെ വിചിത്രമായ ശിവബാബയെ കൂടെ ഓർമ്മ വന്നു. കിത്തന സമയ് ചിത്രയ്ക്ക് യാദ്യമേത്തെ, കിത്തന സമയ് വിചിത്രക്കോ യാദ്യമേത്തെ. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര സമയമാണ് ചിത്രത്തിനെ ഓർമ്മിച്ചത്? എത്ര സമയമാണ് വിചിത്രമായ ബാബയെ ഓർമ്മിച്ചത്? നോക്കണം നമ്മൾ, അല്ലേ? അതായത് ബ്രഹ്മാബാബയെ നമ്മൾ ഓർമ്മിച്ചു, പക്ഷെ ഒപ്പം തന്നെ നമ്മൾ ആരെ കൂടെ ഓർമ്മിക്കണം? വിചിത്രവാനായ ശിവബാബയെ കൂടെ ഓർമ്മിക്കണം. ദോനോം കി യാദ് മിലി ഹുയി തി, രണ്ടുപേരുടെയും ഓർമ്മ നിങ്ങൾക്ക് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ശിവബാബയുടെ ഓർമ്മയും ബ്രഹ്മാബാബയുടെ ഓർമ്മയും രണ്ടുപേരുടെയും ഓർമ്മ നിങ്ങൾക്ക് ഒരുമിച്ചുണ്ടായിരുന്നു. വിചിത്രയ്ക്ക് സാത്ത് ചിത്രക്കോ യാദ് കർണേ സെ ഖുദ് ബി ചരിത്രവാൻ ബൻ ജായേംഗെ. ബാബ പറയണതേ, അതായത് ശിവ് ബാബ വിചിത്രമാണല്ലോ, ആ വിചിത്രമായ ബാബയെ ഓർമ്മിക്കുന്നതിനോടൊപ്പം ചിത്രമായ ബ്രഹ്മാബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സ്വയം നമ്മളും ചരിത്രവാനായി മാറിക്കോളും. അതിനർത്ഥം ബ്രഹ്മാബാബയെ നമ്മൾ ഫോളോ ചെയ്യും. അപ്പോൾ ബ്രഹ്മാബാബയെ നമ്മൾ ഓർമ്മിക്കുക അർത്ഥം ബ്രഹ്മാബാബയുടെ രൂപമല്ല, ബ്രഹ്മാബാബ യജ്ഞത്തിൽ എങ്ങനെയാണോ ജീവിച്ചത്, ബ്രഹ്മാബാബയുടെ സങ്കല്പങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു, ബ്രഹ്മാബാബയുടെ ജീവിത ആദർശങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു, ബ്രഹ്മാബാബ എപ്പോഴും എങ്ങനെയാണ് കർമ്മം ചെയ്തിട്ടുണ്ടായിരുന്നത്, അങ്ങനെ ബ്രഹ്മാബാബയെ നമ്മൾ ഓർമ്മിക്കുക അർത്ഥം ബ്രഹ്മാബാബ ഭഗവാന്റെ യജ്ഞത്തിൽ എങ്ങനെയാണോ ജീവിച്ചത് ആ ജീവചരിത്രത്തെ നമ്മൾ ഓർമ്മിക്കാൻ. അപ്പോൾ ആ ജീവചരിത്രത്തെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ നമ്മളും സ്വയം ആരായി മാറിക്കോളും? ചരിത്രവാനായി മാറിക്കോളും. അഗർ സിർഫ് ചിത്ര और चरित्र को याद करेंगे तो चरित्र की ही याद रहेंगे. ബാബ പറയുന്നത്, അഥവാ കേവലം നോക്കൂ, നമ്മൾ ശിവബാബയാകുന്ന വിചിത്രം ഓർമ്മിക്കുന്നു, ഒപ്പം ബ്രഹ്മാബാബയുടെ ചിത്രത്തെയും നമ്മൾ ഓർമ്മിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ഓർമ്മ വന്നോളും? ബ്രഹ്മാബാബയുടെ ചരിത്രം കൂടെ നമുക്ക് ഓർമ്മ വന്നോളും. അപ്പോൾ കേവലം ബ്രഹ്മാബാബയെ സ്മരിക്കലല്ല, ബ്രഹ്മാബാബയുടെ ചരിത്രത്തെ ഓർമ്മിക്കലാണ്. ഇനി ചരിത്രത്തെ ഓർമ്മിക്കലുമല്ല, ആ ചരിത്രത്തെ ഫോളോ ചെയ്യലാണ്. നമ്മൾ നോക്കൂ, ജനുവരി 18 അല്ലേ,
നമ്മൾ ആ ജനുവരി 18 ദിവസങ്ങൾ, ആ 18 എന്ന് പറയുന്ന ദിവസത്തിലൊക്കെ നമ്മൾ ഫുള്ളായിട്ട് യോഗ തപസ്സിൽ മുഴുകുന്ന സമയത്ത് മനസ്സിൽ വയ്ക്കുന്ന ദൃഢസങ്കല്പം പോലെ എന്തായിരിക്കും? ബ്രഹ്മാബാബയെ ഫോളോ ചെയ്യണം, ബ്രഹ്മാബാബയെ ഫോളോ ചെയ്യണം. എപ്പോഴും ബാബയുടെ മുരളിയിൽ നമ്മൾ കേട്ടിട്ടില്ലേ, നിരാകാരത്തിലെ സ്ഥിതിയിലെ ശിവ് ബാബയെ നമ്മൾ ഓർമ്മിക്കണം, എന്നാൽ സാകാരത്തിലെ കർമ്മത്തിലെ ബ്രഹ്മാബാബയെ ഫോളോ ചെയ്യണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് മാനസികമായിട്ടുള്ള സ്ഥിതിയിൽ എപ്പോഴും ശിവ് ബാബയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അശരീരി സ്ഥിതി, അല്ലെങ്കിൽ വിദേഹി സ്ഥിതി, അല്ലെങ്കിൽ ബീജരൂപാവസ്ഥ, നിരാകാരി സ്വരൂപം, ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്? ശിവ് ബാബയാണ്. ഇനി സാകാരത്തിൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആരെയാണ്? ബ്രഹ്മാബാബയാണ്. അപ്പോൾ ബ്രഹ്മാബാബയുടെ ചരിത്രത്തിനെ ഓർമ്മിക്കുക അർത്ഥം എന്താ? ബ്രഹ്മാബാബയെ നമ്മൾ ഫോളോ ചെയ്യലാണ്. कोई विशेष कार्य किया, सिर्फ याद में ही मग्न थे कि याद के साथ और कुछ किया, विकर्म विनाश, ये तो याद का परिणाम है. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, ബാബയെ നിങ്ങൾ കുട്ടികൾ ഓർമ്മിച്ചു, ബാബയുടെ ഓർമ്മയിൽ നിങ്ങൾ കുട്ടികൾ മഗ്നമായി. പക്ഷെ ബാബയെ ഓർമ്മിക്കുമ്പോഴും നിങ്ങൾ കുട്ടികൾ നോക്കണം, എൻ്റെ വികർമ്മങ്ങൾ ആ ഓർമ്മയിൽ ഭസ്മമായോ. എന്തുകൊണ്ടെന്നാൽ നമ്മൾ എത്രത്തോളം ആഴമേറിയ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു, ആ ഓർമ്മയുടെ റിസൾട്ടാണ് വികർമ്മങ്ങൾ ഭസ്മമാകും. അല്ലേ, നമ്മളിരുന്ന് വെറുതെ ഇരുന്ന് ബാബ എന്ന് പറഞ്ഞിട്ടിരിക്കലല്ല, ഉള്ളിൻ്റെ ഉള്ളിലെ ബാബയുടെ സ്മൃതി എന്തായിരിക്കണം? ശക്തിശാലിയായിരിക്കണം, ആഴമേറിയ ഓർമ്മയായിരിക്കണം. എത്രത്തോളം ആഴമേറിയ ബാബയുടെ ഓർമ്മയിൽ കുട്ടികളിരിക്കുന്നു, അതാണ് എന്ത് സംഭവിക്കുന്നത്? വികർമ്മത്തെ ഭസ്മമാക്കുന്നത്. और विशेष क्या भी कुछ किया, कर्तव्य भी किया, पूरा एक वर्ष का अपना चार्ट देखो. ബാബന്ന് തുടക്കത്തിൽ തന്നെ നമ്മളോട് അല്ലേ എന്താ പറയുന്നത്? കുട്ടികളെ, മുഴുവൻ ദിവസത്തിലെയും ഒരു വർഷത്തിൻ്റെ ചാർട്ടാണ് നമ്മൾ കുട്ടികൾ നോക്കേണ്ടത്. അല്ലേ, ഒരു വർഷം എന്ന് പറയുമ്പോൾ എത്ര ദിവസങ്ങളുണ്ടാകും? ആ ഓരോ ദിവസത്തിൻ്റെയും ചാർട്ട് നമ്മൾ കുട്ടികളൊന്ന് നോക്കണം. ഇസ് അവ്യക്ത പഠായി, ഇസ് അവ്യക്ത സ്നേഹ്, സഹയോഗിക്ക് റിസൾട്ട് ചെക്ക് കീ. നോക്കൂ, നമ്മൾ അവ്യക്തത്തിലാണ് ഇപ്പോൾ ബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവ്യക്തത്തിലുള്ള സ്നേഹമാണ് നമുക്ക് ബാബയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവ്യക്തത്തിലെ ബാബ കുട്ടികൾക്ക് സഹയോഗവും നൽകുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താണ്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പം നോക്കൂ, ബാബ നമുക്കെല്ലാം തന്നുകൊണ്ടിരിക്കുന്നത് സൂക്ഷ്മത്തിലാണല്ലോ, അല്ലേ? എന്തുകൊണ്ടെന്നാൽ ബാബയുടെ പാർട്ടിനും രീതിക്കും വിധിക്കും മാറ്റം വരുന്നുണ്ട്. ബാബ തുടക്കം മുതൽ അവസാനം വരയ്ക്കും നമ്മളോടൊപ്പം ഉണ്ടാകും, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. പക്ഷെ എന്നാലും ബാബ കൂടിയിരിക്കുന്നതിനും വിധി മാറുന്നുണ്ട്. അപ്പം ആദ്യം ശിവ് ബാബ സാകാരത്തിൽ ബ്രഹ്മാബാബയുടെ ശരീരത്തിലേക്ക് വന്നു. അപ്പോൾ ഭഗവാന്റെ പാലന നമുക്ക് സാകാരത്തിലെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് വീണ്ടും എന്ത് ചെയ്തു? പാലനയുടെ രീതിയും വിധിയും മാറിയിട്ടുണ്ട്. മാറിയത് എങ്ങനെയാണ്? ബാബ അവ്യക്തത്തിൽ വരാൻ പറ്റി, അവ്യക്തത്തിൽ വരാൻ ആരംഭിച്ചു. ഇനി അവ്യക്തവും കഴിഞ്ഞ് ഇപ്പം ശിവബാബ നോക്കൂ, അല്ലേ? ബാബ നിരാകാരത്തിലെ സൂക്ഷ്മത്തിലുള്ള പാലന ബാബയുടെ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സ്വയം ഭഗവാന്റെ തന്നെ 1000 കൈകൾ, ലക്ഷങ്ങൾ ബാബ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ മുഴുവൻ വിശ്വത്തിലേക്കും ബാബയുടെ കൈയെ ഒരു കുട പോലെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ ബാബ കുട്ടികൾക്ക് ഇന്ന് സൂക്ഷ്മത്തിലെ നിരാകാരത്തിലെ ബാബയുടെ പാർട്ട് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഏതിൻ്റെ റിസൾട്ട്? അവ്യക്തത്തിലെ ബാബ നൽകുന്ന പഠിപ്പിൻ്റെ, അവ്യക്തത്തിലെ ബാബ കുട്ടികൾക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെ, ഒപ്പം അവ്യക്തത്തിലെ സഹയോഗത്തിൻ്റെ റിസൾട്ടും ബാബ നൽകുന്നുണ്ട്. ഇസ് അവ്യക്ത സ്നേഹ് और सहयोग का ഈ അവ്യക്ത സ്നേഹത്തിൻ്റെയും അവ്യക്ത സഹയോഗത്തിൻ്റെയും പാർട്ട് ശരിക്കും 12 മാസക്കാലം നിന്നു, അല്ലേ? കാരണം
1969 ബ്രഹ്മബാബ ശരീരം വിട്ടത്. അങ്ങനെ 69 ശരീരം വിട്ടതിന് ശേഷം ആ ഒരു വർഷക്കാലം 1970 വരയ്ക്കും ആ ഒരു വർഷക്കാലം ബാബ എന്താ ചെയ്തത്? കുട്ടികൾക്ക് അവ്യക്തത്തിലുള്ള പാർട്ട് ബാബയുടെ ആരംഭിക്കുകയായിരുന്നു. അപ്പോൾ ആ അവ്യക്തത്തിലുള്ള പാർട്ടിൻ്റെ സഹയോഗത്തിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു, അല്ലെങ്കിൽ ഒരു പേപ്പറായിരുന്നു ആ ഒരു വർഷക്കാലം നടന്നത്. ചെക്കിംഗ് करने के बाद ही अपने ऊपर अधिक अटेंशन रख सकते हैं. ഇനി എന്തിനാണ് ബാബ എപ്പോഴും കുട്ടികളോട് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടെന്നാൽ പരിശോധിക്കുന്നതിലൂടെ മാത്രമേ അവനവൻ്റെ മേൽ അറ്റൻഷൻ വെക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണല്ലോ ബാബ എപ്പോഴും പറയാറുള്ളത് ചെക്കിംഗ് ആൻഡ് ചേഞ്ച് എന്ന് പറയും, അല്ലേ? ആദ്യം എന്താണ് വേണ്ടത്? പരിശോധിക്കാം. പരിശോധിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. तो आज के दिन സ്വയം ഹി അപ്പന പേപ്പർ ചെക്ക് करना है. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അവനവൻ്റെ പേപ്പറിനെ ഒന്ന് പരിശോധിക്കണം, അല്ലേ? ബാബ പറയുന്നത് നിങ്ങളുടെ ചോദ്യക്കടലാസിലുള്ള ഉത്തരങ്ങളെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? നോക്കണം ഒന്ന്. അഗർ അവ്യക്ത സ്ഥിതി ബഡി ഹേ തോ അപ്പനി ചലൻ മേ ബി അലൗകിക ഹോക. ഇനി ബാബ ഓരോന്നോരോന്ന് പറയാണ്. നോക്ക്, നമ്മൾ സാകാരത്തിൽ നിന്നും നമ്മുടെ സ്ഥിതി അവ്യക്തത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്, അല്ലേ? കുറച്ചുകൂടെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും സൂക്ഷ്മത തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അവ്യക്ത സ്ഥിതിയുടെ നിരന്തരമായിട്ടുള്ള അഭ്യാസം ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? നമ്മുടെ ചലനങ്ങളിൽ, നമ്മുടെ ഓരോരുത്തരുടെയും പെരുമാറ്റത്തിൽ അലൗകികതയുണ്ടാകും. ലൗകികത പോയിട്ടുണ്ടാകും, ലൗകികത മാങ്ങിപ്പോയിട്ടുണ്ടാകും നമ്മുടെ സ്വഭാവത്തിൽ നിന്ന്, നമ്മുടെ സങ്കല്പങ്ങളിൽ നിന്ന്, നമ്മുടെ സംസ്കാരത്തിൽ നിന്ന്, നമ്മുടെ വർത്തമാനത്തിൽ നിന്ന്. നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റം, ഏത് തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടാകും? അലൗകികതയുണ്ടാകും. അവ്യക്ത സ്ഥിതിക്ക് പ്രാക്ടിക്കൽ പരക്യാഹെ അലൗകിക് ചലൻ, അല്ലേ? എന്തൊക്കെയാണ് ഇനി ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ബാബ നീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അവ്യക്ത സ്ഥിതി നമുക്കുണ്ടെങ്കിൽ ഈ അവ്യക്ത സ്ഥിതിയുടെ പ്രാക്ടിക്കലായിട്ടുള്ള അടയാളം എന്തായിരിക്കും? അവരുടെ പെരുമാറ്റത്തിൽ അലൗകികതയുണ്ടായിരിക്കും. എന്താകുന്നു? അവ്യക്ത സ്ഥിതിയുടെ അടയാളം ഇതാണ്. നമ്മുടെ ബ്രാഹ്മണ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കും? അലൗകികമായ പെരുമാറ്റം. ഈ ശ്ലോകമേ രഹത്തെ അലൗകിക് കഹാൻ തക്ക് ബനേ ഹോ. ബാബ ചോദിക്കുകയാണ്, കുട്ടികളെ നിങ്ങൾ നോക്കുക, ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? പഴയ ലോകത്തിലെ കലിയുഗത്തിൻ്റെ അന്തിമ നിമിഷങ്ങളിലാണ്. പക്ഷേ ഈ അന്തിമ നിമിഷങ്ങളിലിരിക്കുമ്പോഴും നിങ്ങൾ സ്വയം നോക്കണം, എൻ്റെ ഉള്ളിൽ എത്രത്തോളം അലൗകികത വന്നിട്ടുണ്ട്. എന്താണ് നമ്മൾ നോക്കേണ്ടത്? എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം അലൗകികത വന്നിട്ടുണ്ട്. ചെക്ക് करना है. ഇതാണ് പരിശോധിക്കൽ. അപ്പോൾ ബാബ ആദ്യത്തെ പരിശോധന എന്താ പറഞ്ഞത്? ഈ പഴയ ലോകത്തിൽ ജീവിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം അലൗകികത ഉണ്ടായിട്ടുണ്ട്, ഇതൊന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. इस वर्ष में पहली परीक्षा कौन सी हुई? इस निश्चय की परीक्षा में हर एक ने कितना कितना मार्क लिए है. ഇനി അടുത്തത് എന്താണ്? അടുത്ത പരീക്ഷ ഇതാണ്, നിശ്ചയം, സമ്പൂർണ്ണ നിശ്ചയം വേണം. ബാബയിൽ നമുക്ക് അത്രയും അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാകും. അപ്പം എത്രത്തോളം കുട്ടികളുടെ ഉള്ളിലെ ബാബയിൽ നിശ്ചയമുണ്ട്, ആ നിശ്ചയത്തിൻ്റെ മാർക്ക് നിങ്ങൾ കുട്ടികൾ നോക്കണം. വ അപ്പനെ ആപ്കോ ജാൻതേ ഹോ. ഇത് നിങ്ങൾ കുട്ടികൾക്ക് അറിയാമോ? അല്ലേ? എത്രത്തോളം ഉണ്ടെന്ന് അറിയാമോ? വ അപ്പനെ ആപ്കോ ജാൻതേ നിശ്ചയ്ക്ക് പരീക്ഷ തോ ഹോ ഗയേ. അതായത് നിശ്ചയത്തിൻ്റെ പരീക്ഷയും ഇവിടെ തീർന്നു. अब कौन सी परीक्षा होनी है? परीक्षा का मालूम होते भी फेल हो जाते हैं. ബാബ നോക്കുന്ന സമയത്തെ എല്ലാ കുട്ടികൾക്കും ബാബ എന്താണ് ചോദ്യം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ബാബ ചോദ്യക്കടലാസ് ബാബ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ചോദ്യം എന്താണെന്ന് അറിഞ്ഞിട്ടും പരീക്ഷ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും കൂടെ കുട്ടികൾ എന്താ ചെയ്യണമെന്ന് പറയട്ടെ? തോറ്റുപോവാണ്, അല്ലേ? പണ്ടൊക്കെ നമ്മൾ
നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും അങ്ങനെ ചോദ്യക്കടലാസ് ഒരിക്കലും പുറത്തു പോകില്ലല്ലോ. നമ്മളെ പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാറുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ബാബ നമുക്ക് നേരത്തെ തന്നെ ചോദ്യക്കടലാസും ബാബ പുറത്തു വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചോദ്യക്കടലാസ് എന്ത് ചെയ്താൽ മതി? നന്നായിട്ട് പഠിച്ചൊന്ന് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ലേക്കിൻ കോയി കോയിക്ക അബ് ബഡാ പേപ്പർ ഹോനാകെ. പക്ഷെ ചിലർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും വലിയ പേപ്പർ വരാനിരിക്കുന്നതേ ഉള്ളൂ. ജैसे इस पेपर में निश्चय की परीक्षा हुई वैसे ही अब कौन सा पेपर होना है. കാരണം ബ്രഹ്മബാബ ശരീരം വിട്ടു പോയപ്പോൾ എല്ലാവർക്കും ഒരു ഇളക്കുണ്ടായിരുന്നു. കാരണം ബ്രഹ്മബാബ അവ്യക്തായില്ലേ, ഇനി എങ്ങനെയാണ് യജ്ഞത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്, എങ്ങനെ പോകും യജ്ഞം, എങ്ങനെ ശിവബാബ വരും, അങ്ങനെ എല്ലാവരുടെ മനസ്സിൻ്റെ ഉള്ളിലും പല ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആരുടെ ഉള്ളിലാണോ ഭഗവാന്റെ യജ്ഞമാണിത്, ഭഗവാനാണ് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്, ഈ സമ്പൂർണ്ണ നിശ്ചയം ആർക്കുണ്ടായിരുന്നു? അവരുടെ മനസ്സിൽ ചോദ്യങ്ങളേ ഉണ്ടായിരുന്നില്ല, അവർക്ക് ഒരു ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല, അവർക്ക് ചിന്താക്കുഴപ്പങ്ങളേ ഉണ്ടായിരുന്നില്ല, അവർ നിശ്ചിന്തരായിരുന്നു. പക്ഷെ ചിലരുടെ ഉള്ളിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ വന്നു, സംശയബുദ്ധിയൊക്കെ ഉണ്ടായി. അപ്പം അതുകൊണ്ടാണ് ബാബ പറഞ്ഞത് ഒരു ടെസ്റ്റ് പേപ്പർ എന്ത് തന്നെയായിരുന്നു? നിശ്ചയബുദ്ധിയുടെ ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. ഇനി അടുത്തത് ഏതായിരിക്കും വരാൻ പോകുന്നത്? അടുത്ത ചോദ്യം എന്തായിരിക്കും? അല്ലെങ്കിൽ അടുത്ത പരീക്ഷണം എന്തായിരിക്കും? വ്യക്തി മേ ബി अब भी सहारा है जैसे पहले भी निमित्त बना हुआ साकार तन सहारा था वैसे ही अभी भी ड्रामा में निमित्त बने हुए साकार में सहारा. ഇനി എന്താണ് അടുത്തത്? നോക്കൂ, സാകാരത്തിലെ ബ്രഹ്മബാബയുണ്ടായിരുന്നപ്പോൾ എല്ലാവർക്കും ബ്രഹ്മബാബ എന്ത് തന്നെയായിരുന്നു? ഒരാശ്രയമായിരുന്നു. ആ ബാബയുണ്ടല്ലോ, ബ്രഹ്മബാബയുണ്ടല്ലോ, ആശ്രയമായിരുന്നു. പിന്നീട് ഒരു സമയത്ത് ബ്രഹ്മബാബ അവ്യക്തമായി. ബ്രഹ്മബാബ അവ്യക്തമായപ്പോഴും ഈ ഡ്രാമയിലെ ബാബയുടെ യജ്ഞത്തിലെ അനേകം പേര് നിമിത്ത ആത്മാക്കളുണ്ടായിരുന്നു. ആ നിമിത്ത ആത്മാക്കളും എന്ത് തന്നെയാണ് അല്ലേ? ഒരു ആശ്രയം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും. पहले भी निमित्त ही थे अब भी निमित्त ही ये पूरे परिवार का साकार सहारा बहुत श्रेष्ठ है. അപ്പോൾ ബാബയുടെ യജ്ഞത്തിലെ ആരാണോ നിമിത്ത ആത്മാക്കൾ, ആ നിമിത്ത ആത്മാക്കൾ ഈ യജ്ഞത്തിന് ആശ്രയം തന്നെയാണ് അല്ലെ. യജ്ഞത്തിലുള്ള നമ്മളെ പോലെയുള്ളവർക്ക് നമ്മുടെ മുകളിലുള്ള നിമിത്ത ആത്മാക്കൾ എന്ത് തന്നെയാകുന്നു? ആശ്രയമാണ്. അത് ഈ നാടകത്തിലുള്ളതാണ്, അത് ഈ സാകാരത്തിൽ ബാബയുടെ യജ്ഞത്തിൽ ഈ പരിവാരത്തിലുള്ളതാണ്. ഇതുപോലെയാണ് ഒരു കുടുംബമാണെങ്കിൽ നോക്കും, കുടുംബത്തിൽ ഒരുപാട് മക്കളുണ്ട്. പക്ഷെ ആ മക്കൾക്ക് എപ്പോഴും ആശ്രയം ആരായിരിക്കും? അച്ഛനും അമ്മയാണ്. കാരണം അവർ മുതിർന്നവരാണ് അല്ലേ. ആ അച്ഛനും അമ്മയ്ക്ക് മുതിർന്നത് ആരുണ്ടോ അവരായിരിക്കും ഈ അച്ഛനും അമ്മയ്ക്ക് ആധാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആശ്രയം എന്ന് പറയുന്നത്. അതുപോലെ ആദ്യം ബ്രഹ്മബാബ ഉണ്ടായിരുന്നപ്പോൾ മുഴുവൻ യജ്ഞത്തിലുള്ളവരും ബ്രഹ്മബാബയെ സാകാരത്തിൽ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ബ്രഹ്മബാബ അവ്യക്തമായതിനു ശേഷം അടുത്തതായിട്ട് യജ്ഞത്തിൽ ആരാണോ നിമിത്തമായിരിക്കുന്നവരെ, ആ നിമിത്തമായിരിക്കുന്ന മുതിർന്നവരെ ബാബയുടെ യജ്ഞത്തിന് എന്തായി മാറുകയാണ്? ആശ്രയമായിട്ട് മാറുകയാണ്. അവ്യക്ത മേ ബി തോ സാത്ത് ഹെ ജിतना സ്നേഹ ഹോത്താ ഹെ ഉത്തനാ സഹयोग भी मिलता है. ഇനി എത്രത്തോളം സ്നേഹമുണ്ടോ അത്രത്തോളം സഹയോഗം നമുക്ക് ലഭിക്കും. നമുക്ക് എന്താണ് വേണ്ടത്? ശിവബാബയുടെ സ്നേഹം വേണം. അപ്പോൾ എത്രത്തോളം നമുക്ക് ശിവബാബയുടെ സ്നേഹമുണ്ടോ അത്രത്തോളം നമുക്ക് എന്താ ലഭിക്കുന്നത്? സഹയോഗം ലഭിക്കും. സ്നേഹിക്ക് കമിക്ക് കാരൺ സഹയോഗ ബി കം മിൽത്താ ഹെ. സ്നേഹത്തിൻ്റെ കുറവുണ്ടാകുമ്പോൾ സഹയോഗവും കുറവായിട്ട് മാത്രമേ ലഭിക്കുള്ളൂ. അപ്പോൾ നോക്കൂ, ഭഗവാനിൽ നിന്ന് നമുക്ക് സഹയോഗം ലഭിക്കണം, ബാബയുടെ സഹായവും ബാബയുടെ രക്ഷയും നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് അങ്ങേയറ്റം ബാബയോട് എന്താ വേണ്ടത്? സ്നേഹമുണ്ടാകണം. സാകാർ സേ സ്നേഹ അർത്ഥാത് സാരി സിജരി സേ സ്നേഹ ഹെ. ബാബ പറയുന്ന കുട്ടികളെ, സാകാരത്തിൽ നമുക്ക് ബ്രഹ്മബാബയോട് നമുക്ക് സ്നേഹമുണ്ടാകുമ്പോൾ, ഈശ്വരീയ പരിവാരത്തിനോട് നമുക്ക് സ്നേഹമുണ്ടാകുമ്പോൾ,
ഈ മുഴുവൻ യജ്ഞത്തിനോട് നമുക്ക് സ്നേഹമുണ്ടാകുമ്പോൾ അതിനർത്ഥം എന്താണെന്നറിയോ? മുഴുവൻ വൃക്ഷത്തിനോട് നമുക്ക് സ്നേഹമുണ്ട്. ലോകത്തിലെ സർവ്വ മനുഷ്യ ആത്മാക്കളോട് നമുക്ക് സ്നേഹമുണ്ട്. അതാണ് തെളിവ്. ബാബ പറയുന്നത് സാകാരത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, അല്ലെ? നമ്മളാരും ഒറ്റയ്ക്കല്ല. ബാബ പറയുന്നത് കുട്ടികളെ, മാലയിലെ നിങ്ങൾ കുട്ടികൾ ഓരോരുത്തരും മുത്തുകളാണ്. ഈ മാലയുടെ നൂലെന്ന് പറയുന്നത് എന്താണെന്നറിയോ? സ്നേഹമാണ്. അപ്പം നമ്മളെല്ലാവരും ബ്രാഹ്മണരുടെ മാലയിൽ കോർക്കപ്പെട്ടവരാണ്. നമ്മളെല്ലാവരും ബാബയുടെ സ്നേഹത്തിലെ മുത്തുകളായിട്ട് മാറിയവരാണ്. ജैसे माला में स्नेह के सूत्र में पिरोई हुए वैसे कुल तो भविष्य में इस ब्राह्मण कुल का बहुत महत्व है. എങ്ങനെയാണോ ബാബയോടുള്ള സ്നേഹത്തിൻ്റെ ചരടിൽ നമ്മൾ കോർക്കപ്പെട്ട മുത്തുകളായി മാറും. അപ്പോൾ തന്നെ നമ്മൾ സത്യയുഗത്തിലെ ദേവതാ കുലത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. ബ്രാഹ്മണ കുലത്തിന് വളരെയധികം മഹത്വമുണ്ട്. അപ്പോൾ സംഗമയുഗത്തിലെ ബ്രാഹ്മണ ജീവിതം അല്ലെങ്കിൽ ബ്രാഹ്മണ കുലം, ഈശ്വരീയ പരിവാരം എന്ന് പറയുന്നത് വളരെ മഹത്വമുള്ളതാണ്. ഇവിടെ നമുക്ക് സാകാരത്തിൽ ആരുടെ സ്നേഹമാണ് കിട്ടുന്നത്? ഈശ്വരൻ്റെ സ്നേഹമാണ്. ജീവിച്ചിരിക്കെ നമ്മൾ ഭഗവാന്റെ സ്നേഹത്തിന് പാത്രമാകുന്നവരാണ്. ഇനി ബാബ പറയുന്ന ഈ സ്നേഹവും ഈ പരിവാരവും തന്നെയാണ് നാളെ ഈശ്വരീയ ദൈവീക കുലത്തിലേക്ക് നിങ്ങൾ കുട്ടികൾ പോകാൻ പോകുന്നു, അല്ലെ? ദേവതാ കുലത്തിലേക്ക് പോകുന്നു. ബാപ് ദാദാ കിസ്കോ ആകെ രക്തേ ഹേ? ബച്ചോംകോ. ഇവിടെ നോക്കി എപ്പോഴും കണ്ടിട്ടില്ലേ, കുട്ടികളെ ബാപ് ദാദ എന്ത് ചെയ്യും? എല്ലായ്പ്പോഴും മുന്നിൽ വയ്ക്കും. ബച്ചോംകോ ക്യോംകി ബച്ചും കി ബിന മാം ബാപ് കാ നാം ബാല നഹി ഹോ സക്ത. എന്തിനാ ബാബ കുട്ടികളെ മുന്നിൽ വെക്കുന്നത്? കുട്ടികളിലൂടെയാണ് അച്ഛനും അമ്മയും പ്രശസ്തമാകുന്നത്, അല്ലെ? ഒരു വീട്ടിലെ പോലും ഒരു കുട്ടി പഠിച്ച് നല്ല ഉയർന്ന പദവിയിലെത്തി. അപ്പം എല്ലാവരും ചോദിക്കില്ലേ, ഈ കുട്ടിയുടെ അച്ഛൻ ആരാ, ഈ കുട്ടിയുടെ അമ്മ ആരാണ് എന്ന് ചോദിക്കും. അപ്പം ആ കുട്ടിയിലൂടെ അവിടെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു? പ്രസിദ്ധമാകുന്നു. അതേപോലെ തന്നെ ലോകത്തിൻ്റെ മുന്നിലെ ബാബ വയ്ക്കുന്നതും നമ്മൾ കുട്ടികളെയാണ്. നമ്മൾ കുട്ടികളിലൂടെയാണ് ബാബയും പ്രശസ്തമാകുന്നത്. ലോകത്തിലുള്ള മനുഷ്യർ ചോദിക്കും, ഇവരെ ആരാണ് ഇങ്ങനെയാക്കി മാറ്റിയത്? ഇവരുടെ ഉള്ളിൽ ഇത്രയും യോഗ്യതകളും ഇത്രയും ശക്തികൾ ആരാണ് നിറച്ചു കൊടുത്തത്? അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ആര് പ്രത്യക്ഷപ്പെടുകയാണ്? ഭഗവാന്റെ പ്രത്യക്ഷതയാണ്. അപ്പം മക്കളിലൂടെയാണ് ലോകത്തിൻ്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷമാവുക. एकाम पेपर पहले ही सुनाया था, निश्चय का पेपर तो हुआ, लेकिन अब पेपर होना है हर एक के स्नेह, सहयोग और शक्ति का. ബാബ നോക്കൂ, ചോദ്യ പേപ്പർ എന്തൊക്കെയാണെന്ന് ബാബ നേരത്തെ കേൾപ്പിച്ച് തന്നിട്ടുണ്ട്. അതിലെ ഒരു ചോദ്യ പേപ്പറായിരുന്നു നിശ്ചയത്തിൻ്റെ ചോദ്യ പേപ്പർ. അത് കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യ പേപ്പർ എന്താണെന്നറിയോ? സ്നേഹത്തിൻ്റേതാണ്, സഹയോഗത്തിൻ്റേതാണ്, ശക്തികളുടെ പേപ്പറുകളാണ്. ഇതൊക്കെ വരും നമുക്ക് സമയാസമയം. ഏതൊക്കെയാണ് വരിക? സ്നേഹത്തിൻ്റെ ടെസ്റ്റ് പേപ്പർ നമുക്ക് വരും. ബാബയോടാണോ നമുക്ക് സ്നേഹം? തൻ്റെ സ്വന്തം ശരീരത്തിനോടാണോ സ്നേഹം? തൻ്റെ ലൗകിക പരിവാരത്തിനോടാണോ സ്നേഹം? മനസ്സിൻ്റെ സ്നേഹം എവിടെയാണ് പോയി കിടക്കുന്നത്? ഇതും നമുക്ക് ഒരു ടെസ്റ്റ് പേപ്പറായിട്ട് വരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് സ്നേഹം ആരോടാണ് കൂടുതലായിട്ടുള്ളത്? അത് വ്യക്തികളോട് തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ ചിലർക്ക് നോക്കൂ, ധനത്തിനോടായിരിക്കും സ്നേഹം, അപ്പോൾ മനസ്സെവിടെ പോകും? ധനത്തിൻ്റെ പിന്നാലെ പോകും. ചിലർക്ക് സ്നേഹം എന്ന് പറയുന്നത് മറ്റ് സാധനങ്ങളോടും വൈഭവങ്ങളോടായിരിക്കും. അപ്പം മനസ്സിന് ഏറ്റവും കൂടുതൽ അടുപ്പം ഏതിനോടാണോ അവിടേക്കാണ് മനസ്സ് ഓടിക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണല്ലോ ബാബ എപ്പോഴും പറയാറുള്ളത്, കുട്ടികളെ, ബാബ സ്നേഹത്തിൻ്റെ സാഗരനാണ്. ബാബയെ സ്നേഹിക്കൂ. ബാബയോട് നമുക്ക് ഉള്ളുകൊണ്ട് ഹൃദയം കൊണ്ട് സ്നേഹം ഉണ്ടാകുമ്പോൾ മാത്രമേ ബാബയിലേക്ക് നമ്മുടെ മനസ്സ് പോകുള്ളൂ. ഇനി അടുത്ത ടെസ്റ്റ് പേപ്പർ നമുക്ക് എന്താ വരുന്നത്? സഹയോഗത്തിൻ്റെ ടെസ്റ്റ് പേപ്പർ നമുക്ക് വരും. ശക്തികളുടെ ടെസ്റ്റ് പേപ്പർ നമുക്ക് വരും. अब वह समय नज़दीक आ रहा है जिसमें आपका भी कल्प पहले वाला ചിത്ര പ്രത്യക്ഷ होना है. അതായത് ഇനി ഇങ്ങനെയുള്ള സമയം അടുത്ത് വരാൻ പോവുകയാണ്. കഴിഞ്ഞ കൽപ്പത്തിൽ ആരെല്ലാം ബാബയുടെ അടുക്കിലേക്ക് വന്നു, അവരെല്ലാവരും ഈ കൽപ്പത്തിലും ബാബയുടെ അടുക്കിലേക്ക് എത്തിപ്പെടും. ബാബയുടെ മുന്നിലെ എല്ലാ കുട്ടികളും പ്രത്യക്ഷപ്പെടും. അതായത്
ബാബയ്ക്ക് ആരൊക്കെ നഷ്ടപ്പെട്ടു പോയ കുട്ടികളുണ്ടോ ഈ കുട്ടികളെല്ലാവരും സാകാരത്തിലെ ബാബയുടെ മുന്നിൽ എത്തിപ്പെടും. अनेक प्रकार की समस्याओं को പരിവർത്തൻ के लिए अंगुली देनी है. ബാബ പറയണ നോക്കൂ, പല പ്രകാരത്തിലുള്ള സമസ്യകൾ വരും. പക്ഷേ ഈ സമസ്യകളൊക്കെ എന്തിനാണെന്നറിയൂ? നമ്മളെ പരിവർത്തനം ചെയ്യാനാണ്. നമുക്ക് പരിവർത്തനപ്പെടാനുള്ള സഹയോഗത്തിൻ്റെ വിരലുമായിട്ടായിരിക്കും എല്ലാ സമസ്യകളും വരുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ ചിന്തിക്കരുത്, അയ്യോ എനിക്ക് ബാബയെ കിട്ടിയിട്ട് എന്താ എത്ര വലിയ പ്രശ്നങ്ങൾ, ബാബയെ കിട്ടിയിട്ടും എനിക്ക് എന്താ ഇത്രയും പരീക്ഷണങ്ങൾ വരുന്നത്, ബാബയെ കിട്ടിയിട്ട് എൻ്റെ മുന്നിൽ എന്താ ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ. ബാബ പറയണത് എന്താ? ഈ സാഹചര്യങ്ങൾ വരണം, അപ്പോഴേ നമുക്കറിയുള്ളൂ നമ്മുടെ ഉള്ളിൽ എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ശക്തികളെ ഉണർത്താനും നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന എല്ലാ സമസ്യകളും. അത് നമ്മൾ തിരിച്ചറിയണം. കലിയുഗി പഹാഡ് ക പാർ ഹോനാ ഹി ഹി. കലിയുഗം എന്ന് പറയുന്നത് എന്താ? വലിയൊരു മലയാണ്. ആ മലയെ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്തേ പറ്റൂ? മറികടന്നേ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ ആ കയറ്റത്തിലാണിപ്പോൾ. നമ്മൾ ആ കലിയുഗമാകുന്ന മലയിലൂടെ നടന്ന് 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 നമ്മൾ അപ്പുറത്തേക്ക് നമ്മൾ എത്തുകയാണ്, അല്ലേ? ബാബ പറഞ്ഞത് എന്തായാലും മറികടന്നേ പറ്റൂ. പക്ഷേ നമ്മൾ മറികടക്കുമ്പോഴേക്ക് ആ ലോകം എന്തായിട്ടുണ്ടാകും? സത്യുഗം, അല്ലേ? വളരെ വലിയൊരു മനോഹരമായ സ്വർഗം. लेकिन इस वर्ष में मन की समस्याएं, तन की समस्याएं, वायुमंडल की समस्याएं, सर्व समस्याओं को पहाड़ को स्नेह और सहयोग की अंगुली देनी है. പക്ഷേ ഏതൊക്കെയായിരിക്കും നമുക്ക് ഈ വർഷത്തിൽ വരാൻ പോകുന്ന ടെസ്റ്റ് പേപ്പറുകൾ? മനസ്സിൻ്റെ പ്രശ്നങ്ങൾ വരും, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ. അടുത്തത് ശരീരത്തിൻ്റേതായിട്ടുള്ള സമസ്യകൾ, പല പ്രകാരത്തിലുള്ള രോഗങ്ങൾ. പിന്നെ അടുത്തത് എന്താണ്? അന്തരീക്ഷം വളരെ മോശമാകും, അങ്ങനെയുള്ള സമസ്യകളും വരും. പക്ഷെ ഈ സമസ്യകളെല്ലാം മറികടക്കുന്നതിന് വേണ്ടി ബാബ പറഞ്ഞ കുട്ടികളെ സ്നേഹം, സഹയോഗം, ഇത് രണ്ടും ഉണ്ടായാൽ മതി. ഇത് രണ്ടിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന എല്ലാ പ്രകാരത്തിലുള്ള സമസ്യകളെയും നമുക്ക് മറികടക്കാനായിട്ട് കഴിയും. തൻകി സമസ്യയും ബി ആനി ഹേ. ബാബ പറയണത് കുട്ടികളെ, ശരീരത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരണം, അത് കൂടിയിരിക്കുകയല്ലേ ഇപ്പോൾ, അല്ലേ? ബാബ നോക്കൂ, ഇത് പറഞ്ഞത് 1970-ലാണ്, നമ്മൾ നിൽക്കുന്നതോ 2020-ലാണ്. അപ്പോൾ ഭഗവാൻ ത്രികാലദർശി ആയതുകൊണ്ട് നാളെ സംഭവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ബാബ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമുക്ക് സൂചനകൾ നൽകിയതാണ്. അപ്പോൾ ഭഗവാൻ പറയാത്ത ഒരു കാര്യങ്ങളും സത്യത്തിലില്ല. ബാബ എല്ലാം നമുക്ക് മുൻകൂട്ടി 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 ബാബ പറഞ്ഞു തന്ന് കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ശരീരത്തിൻ്റേതായിട്ടുള്ള സമസ്യകൾ വരും. ശരീരത്തിൻ്റെ സമസ്യകൾ എന്താണ്? ഏറ്റവും പ്രധാനമായത് രോഗങ്ങളാണ്. നമ്മൾ വിചാരിക്കാത്ത പല പ്രകാരത്തിലുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും കഷ്ടങ്ങളും രോഗങ്ങളും വരും. ലൗകിക സംബന്ധമേത്തോ പാസ്സോകെ. അപ്പോൾ ലൗകികത്തിൽ സംബന്ധങ്ങളെയൊക്കെ നമുക്ക് കുറേയൊക്കെ മറികടക്കാൻ പറ്റിയിട്ടുണ്ട്, അല്ലെ? കുറേയൊക്കെ നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ചു. നമുക്ക് ആരോടാണ് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളത് നമ്മൾ മനസ്സിലാക്കി, ഈ അറ്റാച്ച്മെൻറ്റ് ശരിയല്ല, നമുക്ക് യോഗം കിട്ടില്ല, അല്ലെ? ഇവരെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് യോഗം കിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു? മനസ്സിനെ പതുക്കെ പതുക്കെ അതിനൊക്കെ നമ്മൾ മുക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മനസ്സ് കുടുങ്ങിക്കിടക്കും. ഏതിലാണെന്നറിയോ? തൻ്റെ സ്വന്തം ശരീരത്തിലാണ്. വ്യക്തികളോടുള്ള അറ്റാച്ച്മെൻറ്റ് മാറ്റാനും സംബന്ധികളോടുള്ള അറ്റാച്ച്മെൻറ്റുകൾ മാറ്റാനും കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ അതിനേക്കാളും കഷ്ടമാണ് അവനവൻ്റെ ശരീരത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ്. അത് കുറച്ചുകൂടെ സൂക്ഷ്മത്തിലുള്ളത്. പുറമേ കാണുന്ന അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് പൊള്ളയാണ്. എന്നാൽ തൻ്റെ ശരീരത്തിനോടും തൻ്റെ ഉള്ളിൽ കിടക്കുന്ന സ്വഭാവ സംസ്കാരങ്ങളോടുള്ള അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടുള്ള കെട്ടാണത്. लेकिन ये जो अलौकिक संबंध है उन संबंध द्वारा भी छोटी मोटी समस्याएं आएंगी. ബാബ പറയുന്നത് എന്താ കുട്ടികളെ? ഇത് നമ്മുടെ അലൗകികമായ സംബന്ധങ്ങളാണ്. ഈ അലൗകികമായ സംബന്ധത്തിലൂടെയും നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള സമസ്യകൾ വരും, എല്ലാവിടെയും വരും, അല്ലേ?
പുറത്തു നിന്ന് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. അതേപോലെ നമ്മളിപ്പോൾ ജീവിക്കുന്നത് അലൗകിക സംബന്ധത്തിലാണ്, ഈശ്വരീയ പരിവാരത്തിലാണ്. ഇവിടെയും നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള സമസ്യകൾ നേരിടേണ്ടതായിട്ട് വരും. लेकिन ये समस्याएं सभी पेपर समझना, ये प्रैक्टिकल बातें समझना, ये पेपर समझना ही. ബാബ പറയുന്നത് എന്താ? കുട്ടികൾ, നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഏത് സമസ്യകളെയും ഒരു പരീക്ഷയായി നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കണം. അതിനെ നിങ്ങൾ കാര്യങ്ങളായിട്ട് എടുക്കാൻ പാടില്ല. അല്ലയോ, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, ഇങ്ങനെ എനിക്കൊരു കാര്യം വന്നു എന്ന് പറഞ്ഞ് ആ പ്രശ്നത്തിൽ പോയിട്ട് നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല? തൂങ്ങിക്കിടക്കാൻ പാടില്ല. ഇതെല്ലാം നമുക്ക് വരുന്നത് എന്താണ്? ഒരു ടെസ്റ്റ് പേപ്പറാണ്. അല്ലെ, ഒരു വിദ്യാർത്ഥിയുടെ മുന്നിൽ ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാലും ആ വിദ്യാർത്ഥിയുടെ ചുമതല എന്താണ്? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക. അതിനുവേണ്ടി ആ കുട്ടി ആ പരീക്ഷയ്ക്ക് പാസ്സാവുക. ഒരു വിദ്യാർത്ഥി ആവുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ആ കുട്ടിയുടെ മുന്നിൽ തീർച്ചയായും പരീക്ഷകളുണ്ടാകും. ആ പരീക്ഷയെ മറികടന്നെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? യോഗ്യതയുണ്ടാകുള്ളൂ. അതുപോലെ ബാബയും കുട്ടികളോട് പറയുന്നത്, കുട്ടികളെ, പല പ്രകാരത്തിലുള്ള സമസ്യകൾ വരും. അത് അലൗകിക സംബന്ധത്തിൽ നിന്ന് വരും, ശരീരത്തിൽ നിന്നുണ്ടാകും, മാനസികമായ പ്രയാസങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകും. പക്ഷെ എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലാണെന്ന് ചിന്തിക്കാൻ പാടില്ല. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. എനിക്കൊരു ടെസ്റ്റ് പേപ്പറാണ്. അഗർ പേപ്പർ സമജ്കർ ഉൻകോ പാസ് കരെങ്കെ തോ പാസ് ഹോ ജായേഗ. ഇത് പരീക്ഷയാണെന്ന് നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജയിക്കാൻ പറ്റും. ഇതെനിക്കൊരു പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ചാൽ ആ പ്രശ്നത്തിൽ തന്നെ നമ്മൾ കുരുങ്ങിപ്പോകും. വീണ്ടും വീണ്ടും കുരുങ്ങി അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാനേ പറ്റില്ല. പക്ഷെ ഇതൊരു പരീക്ഷയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാം? ബാബ പറഞ്ഞ ആൻസർ എഴുതാം, പുറത്തേക്ക് വരാം. ലേക്കിൻ ഏ സമസ്യയും സബി പേപ്പർ ഹി, अगर पेपर समझकर उनको पास करेंगे तो पास हो जाएगा. अभी देखना है पेपर आउट होती भी कितना മാർക്ക് होता है. ഇനി ബാബ പറയുന്ന കുട്ടികളെ, ഇനി നമ്മളൊക്കെ ചോദ്യക്കടലാസ് എഴുതും, അല്ലെ, ഉത്തരം എഴുതും. ഉത്തരമൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അല്ലെ, നമ്മുടെ ആൻസർ പേപ്പർ ഔട്ടാകും, പുറത്ത് വരും, മാർക്ക് അറിയാൻ തുടങ്ങും. ബാബ പറയുന്ന അങ്ങനെ അവസാനം റിസൾട്ടും പുറത്ത് വരും. അപ്പം നോക്കൂ, ഇവിടെ നമുക്ക് പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ നമ്മൾ ഉത്തരക്കടലാസിൽ ഉത്തരം നമ്മൾ എഴുതണം. ഉത്തരം എഴുതി കഴിഞ്ഞാൽ അതിനെന്ത് കൂടിയുണ്ടെന്നാണ് ബാബ പറയുന്നത്? ഒരു മാർക്ക് കൂടിയുണ്ട്, റിസൾട്ട് കൂടിയുണ്ട്. ആ റിസൾട്ട് പുറത്ത് വരും. അഭി ദേഖ്ന ഹേ പേപ്പർ ഔട്ട് ഹോത്തെ ഭി കിतना പാസ് होता है, फिर इस पेपर को रिजल्ट सुनाएंगे. ഈ സമയം अपने में विल पावर धारण करना है. അതായത് പുറത്ത് എന്തായാലും റിസൾട്ട് വരും, അല്ലെ. നമ്മൾ പരീക്ഷ എഴുതുന്നു, ആ പരീക്ഷയ്ക്കൊരു റിസൾട്ടുണ്ട്. എന്തായാലും ആ റിസൾട്ട് നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും. പക്ഷെ നമുക്ക് എന്തുകൂടെ വേണമെന്ന് പറയട്ടെ? വിൽ പവർ നമ്മൾ ധാരണ ചെയ്യണം, അല്ലെ. മനഃശക്തി നമ്മൾ കുട്ടികൾ ഉണ്ടാക്കണം. അബി വിൽ പവർ നഹി ആയി ഹി. പക്ഷെ ഇപ്പം നമുക്ക് എന്ത് വന്നിട്ടില്ല? അങ്ങനെ അങ്ങോട്ട് വിൽ പവർ വന്നിട്ടില്ല. യഥായോഗ്യ യഥാശക്തി പവർ ഹി. എന്താണ്? ഒരല്പസ്വല്പം നമ്മുടെ ഉള്ളിൽ ഇത്തിരിയൊക്കെ ശക്തിയുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ മാസ്റ്റർ സർവശക്തിവാൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ ഇപ്പോഴും ഉയർന്നിട്ടില്ല. ഇപ്പോഴും പല പരീക്ഷണങ്ങൾ വരുമ്പോൾ നമുക്ക് വിഭ്രാന്തിയുണ്ട്, അല്ലേ. പരിഭ്രമിച്ചു പോവാറുണ്ട് നമ്മൾ. ചിലപ്പോൾ നമ്മൾ നിരാശപ്പെടാറുണ്ട്, ചിലപ്പോൾ നമ്മൾ ബലഹീനരാകാറുണ്ട്. അപ്പോൾ ബാബ പറയുന്നത് പോലെയുള്ള ശക്തി നമ്മുടെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ എന്താണ്? യഥാശക്തിയിൽ നിൽക്കുന്നു. വിൽ പവർ കൈസെ ആ സക്കേങ്കി. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, കുട്ടികളെ, എങ്ങനെയാണ് ഈ വിൽ പവർ വരിക? അല്ലേ, മനസ്സിന് ബലമുണ്ടാക്കണമല്ലോ. അതാണല്ലോ നമ്മുടെ പഠിപ്പെന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദുർബലമായ മനസ്സിലെ മനോബലം വർദ്ധിപ്പിക്കുക. അതാണ് നമ്മുടെ പഠിപ്പെന്ന് പറയുന്നത്. കലിയുഗ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ദുർബലരായിരുന്നു 100%. പക്ഷെ ഏത് സെക്കൻഡിലും നമ്മൾ ബാബയുടേതായി മാറുന്നു. ഭഗവാൻ ആരാ? സർവശക്തിവാനാണ്. സർവശക്തിവാനായിരിക്കുന്ന ഭഗവാനിലുള്ള ശക്തികൾ എന്താണ്? ജ്ഞാനമാണ്. ബാബ നൽകുന്നത് ഗുണങ്ങളാണ്, ബാബ നൽകുന്ന ശക്തികളാണ്. ഇത് നമ്മുടെ ഉള്ളിലെ ആത്മബലത്തിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ നമുക്ക് കുട്ടികൾക്ക് എന്ത് നൽകുന്നുണ്ടോ
ആ നൽകുന്നതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ സീക്രട്ട് എന്താ ഉള്ളത്? ബാബ നമ്മുടെ ഉള്ളിൽ ബലം വർദ്ധിപ്പിക്കാൻ. അതിനെ മനോബലം എന്ന് പറയാം, അല്ലെങ്കിൽ ആത്മബലം എന്ന് പറയാം, അല്ലേ? അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയാം, മനസ്സിൻ്റെ ധൈര്യം എന്ന് പറയാം, ആത്മവിശ്വാസം എന്ന് പറയാം. പക്ഷെ ഭഗവാൻ കുട്ടികൾക്ക് ജ്ഞാനമോ യോഗമോ ഗുണങ്ങളോ ശക്തികളോ എന്ത് ഭഗവാൻ കുട്ടികൾക്ക് നൽകുന്ന സമ്പത്താണെങ്കിലും ആ സമ്പത്തിൻ്റെ പിന്നിലെ ബാബ എന്ത് തന്നെയാണ് കുട്ടികൾക്ക് നൽകുന്നത്? ശക്തികളാണ്. വിൽ പവർ ആനെ കാ സാധൻ കോൺ സാഹി? എങ്കിൽ ആ വിൽ പവർ ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗം എന്താണ്? എങ്ങനെയാണ് വിൽ പവർ ഉണ്ടാക്കിയെടുക്കേണ്ടത്? വിൽ പവർ കി കമി ക്യോം ഹി? എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും വിൽ പവർ ഇല്ലാത്തത്? വിൽ പവർ കുറയാനുള്ള കാരണം എന്താണ്? ഉസ്ക കാരൺ കാ പതാ ഹേ? ബാബ ചോദിക്കുകയാണ് കുട്ടികളെ, അതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയും അല്ലേ? നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ശക്തിയില്ല. നമ്മൾ എത്രയോ വർഷങ്ങളായി ബാബയുടെ കുട്ടികളായി മാറിയിട്ട്, പക്ഷെ ഇപ്പോഴും നമ്മൾ നോക്കിയാൽ വീക്കാണ് നമ്മൾ. എന്തുകൊണ്ടാണ്? ഒന്ന്, നമ്മൾ യോഗം ചെയ്യുന്നുണ്ടാവില്ല, നമ്മുടെ യോഗം യഥാർത്ഥ രീതിയിലായിരിക്കില്ല. ബാബ എപ്പോഴും പറയില്ലേ, ഒരു ദിവസത്തിൽ നിങ്ങൾ പല പ്രാവശ്യം നിങ്ങളിരുന്ന് ബാബയെ ഓർമ്മിക്കുന്നുണ്ട്, ബാബാ എന്ന് പറയുന്നുണ്ടാകും. പക്ഷെ നമ്മൾ ഒരു മിനിറ്റ് ബാബയുമായിട്ട് നമ്മുടെ ബുദ്ധിനെ നമ്മൾ കണക്ട് ചെയ്താൽ ആ സെക്കൻഡ് അത് നമ്മുടെ ഉള്ളിൽ ചാർജ് നിറയപ്പെടും. ആ ഒരു സെക്കൻഡിലെ കണക്ഷനിലൂടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചാർജിങ്, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ആത്മബലം എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടായിരിക്കും കാരണം? യാദക്കി കമീബിക്കോം. ഇനി ബാബയുടെ ഓർമ്മയും നമുക്ക് ഉണ്ടാകണില്ലേ? ചില സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമാണ് യോഗം ചെയ്യാൻ, അല്ലെ? യോഗം ചെയ്യണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ എന്നിട്ടും ബാബയുടെ ഓർമ്മ ഇങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് കിട്ടണില്ല. എന്തുകൊണ്ടായിരിക്കും? ബാപ്നെ സാകാർമേ കർമ്മ കർക്കെ ദിക്കായ വിൽ പവർ കൈസേ ആയി. നോക്കിവിടെ ബ്രഹ്മ ബാബ സാകാരത്തിലെ കർമ്മം ചെയ്ത് ബാബ കാണിച്ചു തന്നു അല്ലേ? ബാബയോളം ശക്തി ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ശിവ് ബാബയുമായിട്ട് സമ്പൂർണമായും താതാത്മ്യം പ്രാപിച്ച ഏക മനുഷ്യാത്മാവാണ് ബ്രഹ്മബാബ. അപ്പോൾ ആ ബ്രഹ്മബാബ സാകാരത്തിൽ കാണിച്ചു തന്നു എങ്ങനെയാണ് സർവശക്തികളും സമ്പാദിക്കേണ്ടത്. പഹല കദം കോൺസ ഉടായ സബ് കുച്ച് വിൽ കർത്തി. ബ്രഹ്മബാബ ചെയ്തത് എന്തെന്നറിയോ? ബ്രഹ്മബാബ ഓരോ ചുവടിലും നമുക്ക് കാണിച്ചു തന്നു. എന്താണ് കാണിച്ചു തന്നത്? ബാബ എല്ലാം വിൽ ചെയ്തു. സമ്പൂർണ്ണ സമർപ്പണം, അതാണ് ബ്രഹ്മബാബയുടെ ഏറ്റവും വലിയ സവിശേഷത. അതുപോലെ നമ്മളും എന്ത് ചെയ്തിരിക്കണം? സമ്പൂർണ്ണ സമർപ്പണം. വിൽ കർണേമേ ധേരി തു നഹിക്ക്. ഇനി ബാബ എങ്ങനെയായിരുന്നു എന്നറിയോ? ബ്രഹ്മബാബ സമർപ്പണം ചെയ്യുന്ന കാര്യത്തിലെ ബാബയ്ക്ക് ആലോചന ഉണ്ടായിരുന്നില്ല. ബാബ വൈകിച്ചിട്ടേയില്ല. ബാബ എല്ലാം സമ്പൂർണ്ണ സമർപ്പണം ചെയ്തതും ഒരു സെക്കൻഡിലാണ്. ബാബ ഒരിക്കലും പിന്നെ എന്ന് വിചാരിച്ചിട്ടില്ല. ജോബി ബുരായി ഹി അന്തർ വാബാഹ വ സമ്പൂർണ്ണ വിൽ നഹി കി ഹി തബ് തക്ക് വിൽ പവർ ആ നഹി സക്തി. ബാബ നോക്കൂ, ഏറ്റവും ഉയർന്ന മഹാവാക്യം. നമ്മളെ സശക്തരാക്കാൻ ബാബ നൽകുന്ന ഏറ്റവും ഉയർന്നൊരു കാര്യം പറയാം. നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടോ അത് നല്ലതാകാൻ ചീത്തയാ, അത് നന്മയാകാം മോശമാകാം തിന്മയാകാം, രണ്ടും ബാബയുടെ മുന്നിൽ സമർപ്പിക്കണം. നല്ലതിനെയും ബാബയുടെ മുന്നിൽ സമർപ്പിക്കണം, ചീത്തയായതിനെയും ബാബയുടെ മുന്നിൽ സമർപ്പിക്കണം. കാരണം ചീത്തയായത് നമ്മളെ ദുർബലപ്പെടുത്തും. എന്നാൽ നമ്മുടെ ഉള്ളിൽ നന്മകളുണ്ട് എന്ന് പറഞ്ഞ് വിചാരിച്ച് ആ നന്മകളൊക്കെ എൻ്റേതാണെന്ന് പറഞ്ഞ് ആ കഴിവുകളും വിശേഷതകളൊക്കെ നമ്മൾ സ്വയം മുറുകെ പിടിച്ചിരുന്നാൽ നമ്മുടെ ഉള്ളിൽ ഈഗോ വർദ്ധിക്കും, അഹങ്കാരം കൂടും. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നന്മകളെ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് എന്ത് വേണം? സമർപ്പണം, രണ്ടിൻ്റെയും സമർപ്പണം. ഈ രണ്ടിൻ്റെയും സമർപ്പണം ഏത് വരയ്ക്കും നമ്മൾ ചെയ്യുന്നില്ലയോ അതുവരയ്ക്കും വിൽ പവർ നമ്മുടെ ഉള്ളിൽ വരില്ല. സാകാർണി കുച്ച് സോച്ചാ ക്യാ कि कैसे होगा क्या होगा ये कब सोचा. अगर कोई सोच कर विल करता है उसका इतना फल नहीं मिलता है. ഒന്ന് ആലോചിച്ച് നോക്കൂ, സാകാരത്തിലെ ബ്രഹ്മബാബ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ബാബ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ.
ബാബ ഒരിക്കലും എങ്ങനെയാകും, എന്താകും, ബാബയ്ക്ക് ഒരു ചിന്തയുണ്ടായിരുന്നില്ല. ഇത് ഭഗവാനാണ്, ഇത് ശിവനാണ്, ഭഗവാന്റെ കാര്യം ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡിലാണ് ബ്രഹ്മബാബയ്ക്ക് നിശ്ചയം ഉണ്ടായത്. ആ ഒരു സെക്കൻഡിലെ നിശ്ചയം ബ്രഹ്മബാബ തൻ്റെ സകലതും ബാബ സമ്പൂർണ്ണ സമർപ്പണം ചെയ്തു. ഇനി അഥവാ ബാബ ചിന്തിച്ചിട്ടേ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ബാബ ചിന്തിച്ച് അതിൽ തന്നെ ബാബ സമയം കളഞ്ഞിട്ടുണ്ടെങ്കിൽ ബാബയ്ക്ക് ഇത്രയും ഫലവും ലഭിക്കില്ലേ. അപ്പോൾ ബാബയുടെ ഏറ്റവും വലിയ ദാനം എന്ത് തന്നെയാണ്? സമർപ്പണം. തുരന്തദാൻ മഹാദാൻ. ബാബ എല്ലാ സമർപ്പണവും ഒരു സെക്കൻഡാണ് ബാബ ചെയ്തത്. पहले स्वीकार कौन होता है? जो पहले स्वीकार होता है उसको नंबर 1 की शक्ति मिलती है. ബ്രഹ്മബാബയുടെ സവിശേഷത എന്തായിരുന്നു? ബ്രഹ്മബാബ എല്ലാം ആദ്യം സ്വീകരിച്ചു. അഥവാ ബ്രഹ്മബാബ ആദ്യം തന്നെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ബ്രഹ്മബാബയ്ക്ക് ഇത്രയും ശക്തി കിട്ടുമായിരുന്നില്ല. അപ്പോൾ ഏത് കാര്യത്തിലും ബ്രഹ്മബാബ നമ്പർ 1 ആയിരുന്നു അല്ലേ? ശിവബാബയെ സ്വീകരിക്കുന്ന കാര്യത്തിലും ശിവബാബയെ അംഗീകരിക്കുന്ന കാര്യത്തിലും സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുന്ന കാര്യത്തിലും എല്ലാറ്റിലും ബാബ എന്ത് തന്നെയായിരുന്നു? നമ്പർ 1 ആയിരുന്നു. ഇസ് ബാത് പർ സോച്ചന ബാപ് ദാദാ വർത്തമാൻ കി സാത്ത് ഭവിഷ്യ ഭി ജാൻതാ ഹൈ. എന്തുകൊണ്ടെന്നാൽ ശിവബാബയും ബ്രഹ്മബാബയ്ക്കും വർത്തമാന സമയത്തെയും അറിയാം, ഒപ്പം ബാബ ഭാവി കൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ? ഭാവിയെ കൂടെ അറിയുന്നുണ്ട്. कर्मबंधन की रस्सियां की काटना अपना कर्तव्य है, तो भविष्य कर्मबंधन की रस्सियां देखकर इतने तेज दौड़ी नहीं पहनाते. എന്ത് കർമ്മബന്ധനത്തിന് ചരടുകളുണ്ടോ അത് മുറിക്കണം. അത് അവനവൻ്റെ കർത്തവ്യമാണ്. എന്തുകൊണ്ടെന്നാൽ കർമ്മബന്ധനത്തിൻ്റെതായ ചരടുകളെ ബാബ പറയുന്നത് കുട്ടികളെ, ആ ചരട് നമ്മളെ മുറുക്കുന്നത് കൊണ്ട് നമുക്ക് എത്ര സ്പീഡിൽ ഓടണമോ അത്രയും നമുക്ക് സ്പീഡിൽ ഓടാൻ കഴിയില്ല അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കും, നമുക്ക് ഓടാനും പറ്റും, നടക്കാനും നമുക്ക് പറ്റും. പക്ഷെ നമ്മുടെ കാലിൽ ആരെങ്കിലും കയറിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിലോ, നമ്മുടെ കാലുകൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറ് കൊണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടാൻ ആഗ്രഹിക്കുന്നുണ്ടാകും, നമുക്ക് ഓടാനുള്ള കഴിവും ശക്തിയും ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്കൊരിക്കലും ഓടാൻ കഴിയില്ല. അതുപോലെ നമുക്കും ആത്മീയ ജീവിതത്തിൽ ഓടണമെന്നും ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്നും ഒക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ കാലുകൾ കെട്ടപ്പെട്ട അവസ്ഥയിലാണ്, നമുക്ക് പറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓടാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ബാബ പറയുന്ന കുട്ടികളെ, ഏതൊക്കെ പൂർവ്വജന്മത്തിലെ ഏതെല്ലാം പ്രകാരത്തിലുള്ള കർമ്മത്തിൻ്റെ കണക്കുകളുടെ ചരടുകൾ നിങ്ങളെ ബന്ധിപ്പിച്ചിട്ടുണ്ടോ ആ ബന്ധനത്തിനെ മുറിക്കേണ്ടത് അവരവരുടെ തന്നെ ചുമതലയാണ്. अगर कोई भी रस्सी टूटी नहीं होती है तो मन की घिंजावट होती रहती है. അഥവാ മനസ്സ് എവിടെയെങ്കിലും നമ്മുടെ കെട്ടപ്പെട്ടിരിക്കുകയാണ് അല്ലേ? മനസ്സ് കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറയട്ടെ? അവിടേക്ക് തന്നെ മനസ്സ് പോയിക്കൊണ്ടേയിരിക്കും. ശരിയാണ് അല്ലേ? ഇപ്പോൾ വ്യക്തികളിലേക്കാണ് നമ്മുടെ മനസ്സ് ബന്ധിക്കപ്പെട്ടതെങ്കിൽ വ്യക്തികളിലേക്ക് നമ്മുടെ മനസ്സ് പോകും. സാധനങ്ങളാണെങ്കിൽ അതിലേക്ക് നമ്മുടെ മനസ്സ് പോകും. വൈഭവങ്ങളാണെങ്കിൽ അതിലേക്ക് നമ്മുടെ മനസ്സ് പോയിക്കൊണ്ടേയിരിക്കും. ഇസ്ലിയെ റസിയാം കാട്വാനിക്കലി ടഹരേഹി. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? ആ കെട്ടുകളെ അഴിക്കാൻ വേണ്ടി നമ്മളവിടെ നിന്ന് പോകും അല്ലെ? ആ കെട്ടഴിച്ചെങ്കിലല്ലേ മുന്നോട്ടുള്ള യാത്ര സുഖകരമാകുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവിടെ അങ്ങോട്ട് നിന്ന് പോകും. റസിയം അഗർ ടൂട്ടി ഹുയി ഹേ തോ ഫിർ കോയി റുക് സക്താ ഹെ. ഇനി നോക്കൂ, കെട്ടൊക്കെ നമ്മൾ അഴിച്ചു അല്ലെ? കെട്ടിനേക്ക് നമ്മൾ മുറിച്ചു, പിന്നെ ആർക്കും നമ്മളെ തടസ്സപ്പെടുത്താൻ പറ്റില്ലല്ലോ അല്ലേ? തടസ്സങ്ങൾ ഉണ്ടാകില്ലല്ലോ. छूटा हुआ कब कोई भी बंधन में रोक नहीं सकता. അപ്പോൾ നോക്കൂ, നമ്മൾ ആ കെട്ടിനെ അഴിച്ചു വിട്ടുവെങ്കിൽ പിന്നെ ഒരു ബന്ധനങ്ങളും നമുക്ക് കാര്യമല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് പോകാൻ പറ്റും. ആരും നമ്മളെ തടസ്സപ്പെടുത്തില്ല. ആജ് കാ ദിവസ് പർ ക്യാ കർനാ ഹെ, अगले वर्ष के लिए क्या तैयारी करनी है, वह सभी याद रखना है. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലേ? ബാബ ഇത്ര നേരം മുരളി വളരെ ചെറിയൊരു മുരളിയാണ്, പക്ഷെ ഇതിൽ ബാബ
സമ്പൂർണ്ണ സമർപ്പണത്തെക്കുറിച്ച് ബാബ എത്ര മനോഹരമായിട്ട് പറഞ്ഞു അല്ലേ. ബ്രഹ്മബാബ നമ്പർ 1 മാറിയതിൻ്റെയും ബ്രഹ്മബാബ മുഴുവൻ വിൽ പവർ നേടിയതിൻ്റെയും രഹസ്യമാണ് ബാബ കുട്ടികൾക്ക് പറഞ്ഞു തന്നത്. ബാബ എന്ത് ചെയ്തു? തൻ്റെ ഉള്ളിലെ നന്മയും തിന്മയും എല്ലാം ഭഗവാന്റെ മുന്നിൽ സമ്പൂർണ്ണ സമർപ്പണം ചെയ്തു. ആ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ആധാരത്തിലാണ് ബ്രഹ്മബാബ നമ്പർ 1 ആയത്. ബാബ ചോദിക്കണം, അപ്പോൾ നിങ്ങൾക്കും അടുത്ത വർഷത്തേക്ക് വേണ്ടി എന്ത് തയ്യാറെടുപ്പ് ചെയ്യണം? വിദേഹി കോ യുഗൾ ബനായെങ്കിൽ തോ വിദേഹി ബന്നേക്ക സഹयोग മിലേക്ക. അതായത് വിദേഹിയായിരിക്കുന്ന ബാബയെ തൻ്റെ യുഗളാക്കി മാറ്റും. തൻ്റെ ജോഡി ആരാണ്? തൻ്റെ കമ്പാനിയൻ ആരാണ്? ആരെയാണ് കമ്പൈൻഡ് ആക്കി വെക്കേണ്ടത്? അതാണ് ബാബ പറയുന്നത്, വിദേഹിയെ തൻ്റെ യുഗളാക്കി വെക്കണം. विदेही बनने में सहयोग कम मिलता है, सफलता कम देखने में आती, तो समझना चाहिए विदेही को युगल नहीं बनाया है. ഇനി നോക്കൂ, വിദേഹിയായി മാറുന്നതിൽ നമുക്ക് പറ്റുന്നില്ല, നമ്മളെ കൊണ്ട് കഴിയണില്ല, ദേഹത്തിൽ നിന്ന് വേർപെടാൻ എന്നെക്കൊണ്ട് സാധിക്കണില്ല. ഇനി സഫലതയും എനിക്ക് വളരെ കുറവാണ്. എന്തുകൊണ്ടായിരിക്കും കാരണം? മനസ്സിലാക്കിക്കോളൂ, ബാബയെ തൻ്റെ യുഗളാക്കി മാറ്റിയിട്ടില്ല, ബാബയെ കമ്പൈൻഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ബാബയെ കമ്പൈൻഡ് ആക്കിക്കഴിഞ്ഞാൽ വിദേഹിയായി മാറാനും എളുപ്പമാണ്, സർവ കാര്യങ്ങളിലും സഫലതയും നമുക്ക് ലഭിക്കും. കമാൽ ഇസ്കോ കഹാ ജാത്താ ഹൈ ജോ മുഷ്കിൽ ബാത് കോ സഹജ് കരെ. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയും. പ്രയാസമുള്ള കാര്യത്തെ സഹജമാക്കുക. നോക്കൂ, വിദേഹിയാകുക എന്നുള്ളത് പ്രയാസമാണ്, പക്ഷേ ബാബ അതിനെ സഹജമാക്കി തരികയാണ്. എങ്ങനെ സഹജമാക്കുന്നു? വിദേഹിയായിരിക്കുന്ന ബാബയെ തൻ്റെ യുഗളാക്കി മാറ്റിയാൽ മതി. ബാബയെ കമ്പാനിയനാക്കി വയ്ക്കൂ, എങ്കിൽ ദേഹത്തിൽ നിന്ന് വേർപെടാൻ എളുപ്പമാണ്. പ്രയാസമുള്ളൊരു കാര്യത്തെ പോലും സഹജമാക്കി മാറ്റാൻ സാധിക്കും. സഹജ് ബാത് കോ പാർ കർന കൊയ് കമാൽ നഹീ ഹൈ. സഹജമായ കാര്യത്തെ മറികടക്കുക എന്ന് പറയുന്നത് ബാബ പറഞ്ഞ വലിയ കാര്യമൊന്നുമല്ല. എളുപ്പമായിട്ടുള്ളൊരു കാര്യത്തെ ബാബ പറയണത് മറികടക്കുന്നത് വലിയൊരു കാര്യമൊന്നുമല്ല. മുഷ്കിലാത്തു പാർ കർന വഹി കമാൽ. എന്ത് പ്രയാസകരമായ കാര്യങ്ങളുണ്ടോ ആ പ്രയാസകരമായ കാര്യത്തെ മറികടക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. മുഷ്കിലാത്തും ക മുഷ്കിലിനെ സമഷ്കർ ചല്ല എഹി കമാൽ ഹി. അതായത് പ്രയാസകരമായ കാര്യമാണ്, പ്രയാസമാണത്, പക്ഷെ ഇത് പ്രയാസമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ അതിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. അതൊരു വെല്ലുവിളിയല്ലേ അല്ലേ? വളരെ വലിയൊരു ചാലഞ്ചാണ്. അതായത് ഞാൻ പോകുന്ന പാത പ്രയാസമുള്ളൊരു പാതയാണെന്ന് എനിക്കറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ വഴിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ അവിടെ നമുക്ക് എന്താ വേണ്ടത്? കുറച്ച് സാഹസം വേണം, ധൈര്യം വേണം നമുക്ക്. ആ ധൈര്യമല്ലേ ബാബ കുട്ടികൾക്ക് നൽകുന്നത്. അഗർ മുഷ്കിലാത്തുമേ ജരാബി മുർച്ചായ तो क्या होगा, एक सेकंड में सौदा करने वाले को कहाँ फंसते नहीं है. അതായത് പ്രയാസമുള്ളൊരു കാര്യമാണ്, പക്ഷെ ഒരല്പമെങ്കിലും നമ്മൾ എന്ത് ചെയ്തു? അവിടെ നമ്മളൊന്ന് പ്രയാസമാണെന്ന് നമുക്കത് തോന്നുകയാണ് അല്ലേ? ഇത് കുറച്ച് കഷ്ടം തന്നെയാണെന്ന് തോന്നുകയാണ്. നമ്മൾ വാടിപ്പോവാണ്. ഒരു സെക്കൻഡിൽ നമ്മൾ ഏതിൽ കുരുങ്ങിപ്പോയി? ചിന്തയിൽ കുരുങ്ങിപ്പോയി. ഫാസ്റ്റ് ജാനേ വാലെ കഹാ ഫസേങ്ക നഹി. വേഗത്തിൽ പോകുന്നവരെ എവിടെയും കുരുങ്ങില്ല. അതുകൊണ്ട് നമുക്കെന്ത് വേണം? വേഗത കൂടിപ്പോകണം അല്ലേ? എപ്പോഴും നമ്മൾ സ്പീഡിൽ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കണം. ലാസ്റ്റ് സ്ഥിതിക്കോ ദേക്ക് ഫാസ്റ്റ് ജാനാഹി. അന്തിമ അവസ്ഥയെ നമ്മൾ കാണണം. നമ്മുടെ മുന്നിലെ അന്തിമ സീനുകളെ നമ്മൾ കാണണം. അന്തിമ സീനുകളെ കണ്ട് കണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഫാസ്റ്റായിട്ട് നമ്മൾ കുട്ടികൾ പോകണം. അബ് ബി ഫാസ്റ്റ് ജാനേ കാ ചാൻസ് ഹേ. ബാബ പറയുന്ന കുട്ടികളെ, ഇപ്പോഴും നിങ്ങൾക്ക് വേഗത്തിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ബാബ ഒരിക്കലും സമയം കഴിഞ്ഞു എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ബാബ എന്താ പറയുന്നത്? കുട്ടികളെ, നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും സമയമുണ്ട്. സിറഫ്
ഏക്ക് ഹൈ ജമ്പ് ലഗാനായി. നിങ്ങൾ എന്തുമാത്രം ചെയ്താൽ മതി? കേവലം ഒരു ഹൈ ജമ്പ് ചെയ്താൽ ചാടണം, അല്ലെ, മറികടക്കണം നമ്മൾ. ലാസ്റ്റ് മേ ഫാസ്റ്റ് നഹി ജാ സക്കെങ്കിൽ, അവസാന സമയത്ത് വേഗത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല. ഇപ്പോഴേ പോകണം നമുക്ക്, അല്ലേ? ഇപ്പോഴേ നമ്മൾ വളരെ ഫാസ്റ്റായി പോയെങ്കിൽ മാത്രമേ അവസാനം നമുക്ക് ഫസ്റ്റ് നമ്പറിൽ എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. ഇതാണ് ബാബയുടെ അവ്യക്ത മുരളിയുടെ റിവിഷനാണ് നമ്മളിന്ന് കേട്ടത്. പ്രത്യേകിച്ചും എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കണം. ഇന്നത്തെ മുരളിയുടെ ഡേറ്റ് എന്ന് പറയുന്നത് 18/1/70 മുരളിയായിരുന്നു. ഇന്ന് മുതൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇതുപോലെ ജനുവരി 18 മുരളികളുടെ തന്നെ റിവിഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇന്ന് നമ്മൾ 70 കേട്ടതെങ്കിൽ നാളെ അടുത്ത വർഷത്തിൻ്റേതായിരിക്കും കേൾക്കുക. മീൻസ് 71 അങ്ങനെ നമുക്ക് ഈ ജനുവരി 18 വരയ്ക്കും ബ്രഹ്മബാബയ്ക്ക് സമാനം സമ്പന്നവും സമ്പൂർണവുമായി മാറുന്നതിനുള്ള ലക്ഷ്യം നമ്മൾ വയ്ക്കണം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് അവ്യക്ത സ്ഥിതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര പുരുഷാർത്ഥം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചെയ്യും. ഇപ്പം എല്ലാ ബ്രാഹ്മണരും കൂടെ ഒരുമിച്ചിരുന്നു കൊണ്ട് ഇതുപോലൊരു തീവ്ര പുരുഷാർത്ഥത്തിൽ നമ്മളെല്ലാവരും മുഴുകുമ്പോൾ അതിൻ്റെ ഒരു അലയുണ്ടാകും. ആ അല ഈ മുഴുവൻ വിശ്വത്തിലും വളരെ വലിയൊരു പരിവർത്തനമുണ്ടാക്കും. അതിന് വേണ്ടിയിട്ടാണല്ലോ ബാബ നമുക്ക് കൂട്ടായ്മയ്ക്കുള്ള ഒരു പുരുഷാർത്ഥം നൽകുന്നത്. കാരണം കൂട്ടായ്മയിൽ ചെയ്യുന്ന പുരുഷാർത്ഥത്തിന് വലിയ വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കി തരാനായിട്ട് പറ്റും. എല്ലാവർക്കും ബാബയെ ഓർമ്മിക്കാം.